ഹലോ, വെൽക്കം ടു ടോപ്പ് ട്രെൻഡിങ് വിത്ത് പ്രിയ. വറുത്തരച്ച ചെമ്മീൻ കറിയും ചെമ്മീൻ റോസ്റ്റുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടുന്നതെന്ന് നോക്കാം. ആദ്യമായി സവോള വേണം, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, മുളക് പൊടി, മസാലപ്പൊടി, ജീരകപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, എണ്ണ വേണം, പിന്നെ വറുത്തരച്ച തേങ്ങ. ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി ഒരു ചട്ടി വയ്ക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി എണ്ണ ചൂടാവുന്നത് വരെ കാത്തിരിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിക്ക് ശേഷം നമ്മൾ ചേർക്കുന്നത് സവോളയാണ്. അതിനുശേഷം പച്ചമുളക്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായി വഴറ്റിയെടുക്കാം. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റുക. കൂടാതെ നമുക്ക് സവോള നന്നായി വഴണ്ടി കിട്ടാൻ, പെട്ടെന്ന് ഗോൾഡൻ ബ്രൗണിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അന്നേരം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ സവോള ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. കുട്ടികൾക്കും വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളരെ ഒരു നല്ല റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാം, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഈ സവോള നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോൾ ദേ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. അതും കൂടി വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അടുത്തതായി മല്ലിപ്പൊടി, അതിനുശേഷം മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ ആ സവോളയുമായി നന്നായി വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായി വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടാവുന്നതാണ്. മുഴുവൻ ചെമ്മീനും ഇട്ടതിന് ശേഷം നമ്മൾ കറി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അത് തിളച്ച് വരുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ ദേ നമ്മുടെ ചെമ്മീൻ കറി വളരെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ദേ നമ്മുടെ വറുത്തരച്ച ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയണം. കൂടാതെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ദേ ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഈ ചെമ്മീൻ കറിയും ഈ ചെമ്മീൻ റോസ്റ്റും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.